നമസ്കാരം. പൊതുമേഖലാ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അതായത് KMML വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനുള്ള സമ്മർദ്ദത്തിന് പിന്നിൽ കരിമണൽ മാഫിയയാണ്. വിരമിക്കൽ പ്രായം 58-ൽ നിന്ന് 60-ആക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് അംഗീകൃത തൊഴിലാളി സംഘടനകൾ ഒരു മാസം മുൻപേ മാനേജിംഗ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഉയർത്തില്ലെന്ന് 2022 നവംബറിൽ മന്ത്രിസഭയെടുത്ത തീരുമാനം നിലനിൽക്കെ പെൻഷൻ പ്രായം ഉയർത്തിയാൽ നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയാകും. വിചിത്രമായ ന്യായങ്ങളാണ് ഇതിന് പിന്നിൽ നടത്തുന്നതും. തീരത്തെ കരിമണൽ അനധികൃതമായി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ലോബി സജീവമാണ്. ഈ ലോബിക്ക് സഹായം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിലനിർത്താനാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശം നവംബർ അവസാനം ചേർന്ന മന്ത്രിസഭാ യോഗം തള്ളിയിരുന്നു. എന്നാൽ അതിനുശേഷം പൊതുമേഖലാ സ്ഥാപനമായ നോർക്ക റൂട്ട്സിലെ പെൻഷൻ പ്രായം 60-ആയി ഉയർത്തി. ഇതിനു മുമ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം 60-ആക്കി ഉത്തരവ് ഇറങ്ങിയിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം പിൻവലിച്ചു. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായി NBSലും പെൻഷൻ പ്രായം 60-ആക്കാനുള്ള നീക്കങ്ങൾ തകൃതിയാണ്. ഇതെല്ലാം ബാധിക്കുന്നത് തൊഴിൽ അന്വേഷകരെ തന്നെയാണ്. ഫലത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനിരോധന അവസ്ഥ താൽക്കാലികമായെങ്കിലും ഉണ്ടാകും. കേരളത്തിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമാണ് KMML. ഇവിടെ പെൻഷൻ പ്രായം ഉയർത്തിയാൽ ബാക്കി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ അവകാശവാദവുമായി എത്തും. ഇതോടെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ജോലി നഷ്ടത്തിന്റെ നിരാശയും ബാധിക്കും. പെൻഷൻ പ്രായം കൂട്ടാനുള്ള വിഷയം KMML ഡയറക്ടർ ബോർഡിൽ വെച്ച് തീരുമാനമെടുപ്പിച്ച് സർക്കാരിലേക്ക് അയക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം നടത്തുന്നത്. ഭരണകക്ഷി യൂണിയന്റെ ഒരു നേതാവാണ് നീക്കത്തിന് പിന്നിലെന്ന് കമ്പനിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നു. ഈ നേതാവ് കരിമണൽ മാഫിയയുടെ ഏജന്റാണ്. 4 വർഷമായി KMMLൽ സ്ഥിര നിയമനങ്ങൾ നടത്തിയിട്ടില്ല. 2022-ൽ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന് നിയമന ചുമതല കൈമാറിയിരുന്നു. എന്നാൽ ഇതുവരെ ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല. ഒട്ടേറെ ഒഴിവുകൾ നികത്താനുണ്ട്. റാങ്ക് ലിസ്റ്റുകളും നിലവിലുണ്ട്. വിരമിക്കൽ പ്രായം കൂട്ടിയാൽ ജോലി പ്രതീക്ഷിക്കുന്ന യുവാക്കൾ നിരാശരാകും. കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടിയാണ് ഈ നീക്കം എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. പെൻഷൻ പ്രായം ഉയർത്താനായി CITU, INTUC, STU, UTUC എന്നീ സംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാരാണ് മാനേജിംഗ് ഡയറക്ടർക്ക് നൽകിയ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ പരിചയസമ്പന്നരായ ജീവനക്കാരുടെ അഭാവം മൂലം ഗുരുതര പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഴിമതി നടത്തുന്നതിലെ പരിചയ സമ്പന്നർക്ക് വേണ്ടിയാണ് ഈ നീക്കമെന്നാണ് ഉയരുന്ന ആരോപണം. ഇത് യുവാക്കളെ ബാധിക്കുകയും ചെയ്യും. ഇത്തരം വിഷയം കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളും ഏറ്റെടുക്കുന്നില്ല എന്നതാണ് വസ്തുത. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ കേരള വനം വികസന കോർപ്പറേഷനിൽ വിരമിക്കൽ പ്രായം ഉയർത്താൻ നീക്കം നടന്നിരുന്നു. ഒടുവിൽ വിരമിക്കൽ പ്രായം ഉയർത്താനാവില്ലെന്ന് കാണിച്ച് ഒക്ടോബർ 8-ന് സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ കോടതി ഉത്തരവ് വാങ്ങി വിരമിക്കൽ തീയതിക്ക് ശേഷവും സർവീസിൽ തുടരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. വനം വികസന കോർപ്പറേഷനിൽ CITU വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനെ എതിർക്കുകയായിരുന്നു. എന്നാൽ KMMLൽ CITU അനുകൂലിക്കുകയാണ്. ഇതിന് പിന്നിൽ കരിമണൽ ലോബിയുടെ സ്വാധീനമാണെന്നാണ് ആരോപണം. ചാവറ KMML സർവ്വ മാനദണ്ഡങ്ങളും ലംഘിച്ച് തൊഴിൽ നിയമനം നടന്നതടക്കം പല ഗുരുതര ആരോപണവും നേരത്തെ ഉയർന്നിട്ടുണ്ട്. ഓപ്പറേറ്റർ, ടെക്നീഷ്യൻ തസ്തികയിൽ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നൽകിയവരെ ഒഴിവാക്കി പരീക്ഷയിൽ പരാജയപ്പെട്ടവർ നിയമനം നേടി. നിയമനങ്ങളിൽ നടന്ന ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തു വന്നിരുന്നു. KMMLലെ ടൈറ്റാനിയം ഡയോക്സൈഡ് യൂണിറ്റിലേക്ക് ഓപ്പറേറ്റർ, ടെക്നീഷ്യൻ നിയമനത്തിലാണ് ആരെയും ഞെട്ടിക്കുന്ന നിയമനം നടന്നത്. കോടികളുടെ അഴിമതിക്ക് വേണ്ടിയായിരുന്നു പരീക്ഷ മുതൽ നിയമനം വരെയുള്ള നടപടികളെന്ന് പകൽ പോലെ വ്യക്തവുമായിരുന്നു. ട്രേഡ് യൂണിയനുകൾ കോഴ വാങ്ങി നിയമനം നടത്തുന്നുവെന്ന് പണ്ടേ ആരോപണമുള്ള KMMLൽ ഇപ്പോഴും അതെല്ലാം തന്നെയാണ് നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തുകളിലെ തീരപ്രദേശത്തെ കരിമണൽ ഖനനം ഏറെ സമരങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ പോലെ സമ്പത്താണ് കരിമണൽ കേരളത്തിന്.
സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ കൊല്ലം ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ നിന്ന് പുറത്തുവരുന്ന അഴിമതി വിവരങ്ങൾ ഏതു മെറ്റലിനേക്കാളും കാഠിന്യമുള്ളതുമാണ്. കേരളത്തിന് മുതൽക്കൂട്ടായ സ്ഥാപനത്തിൽ നിന്ന് വഴിവിട്ട പല ഇടപാടുകളിലായി കോടികൾ ഒഴുകിപ്പോകുമ്പോഴും സർക്കാർ പതിവ് പോലെ മൗനത്തിലാണ്. ഇവിടെയാണ് പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കം. കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരപ്രദേശത്തെ കരിമണലിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതും നേരിട്ടും അല്ലാതെയും ഉപജീവനത്തിനായി ആയിരക്കണക്കിന് പേർ ആശ്രയിക്കുന്നതുമായ ഒരു സ്ഥാപനത്തെ അധികാര തണലിൽ പലർ ചേർന്ന് കറവ പശുവാക്കി മാറ്റുകയാണ്. കമ്പനിയിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ പുറന്തള്ളുന്ന അയൺ ഓക്സൈഡ് മൂലമുള്ള മലിനീകരണം തടയാനുള്ള പദ്ധതിക്ക് ഡൽഹി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയതിൽ വൻ അഴിമതി നടന്നുവെന്ന് ആരോപണം ഉയർന്നു. കമ്പനിയിൽ കെട്ടിക്കിടക്കുന്ന അയൺ ഓക്സൈഡ് മാലിന്യം നീക്കം ചെയ്യാൻ കരാർ നൽകിയതിലും വൻ ക്രമക്കേടുണ്ടെന്ന വിവരവും പുറത്തുവന്നു. ടണ്ണിന് 10,000-ഓളം രൂപ വീതം കൊച്ചിയിലെ കമ്പനിക്ക് നൽകി അയൺ ഓക്സൈഡ് നീക്കം ചെയ്യുമ്പോൾ കമ്പനിക്ക് നഷ്ടമാകുന്നത് കോടികളാണ്. പണം നൽകി അയൺ ഓക്സൈഡ് കൊണ്ടുപോകാമെന്ന് ചില കമ്പനികൾ വെച്ച ഓഫർ KMML തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. KMMLലെ ക്ലോറിനേഷൻ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ കാൽസിനേറ്റഡ് പെട്രോളിയം കോക്ക് ഉൾപ്പെടെയുള്ളവ 3 ഇരട്ടി വരെ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയത് മുതൽ കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നമായ ടൈറ്റാനിയം ഡയോക്സൈഡ് നിറയ്ക്കുന്ന സഞ്ചികൾ വാങ്ങിയതിൽ വരെ കോടികളുടെ ക്രമക്കേട് നടന്നു. കോടികളുടെ ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥാപനം കെടുകാര്യസ്ഥതയും ഉൽപാദനക്കുറവും മൂലം പതിയെ നഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ബാക്കി പത്രം. ഇതിന് പിന്നിലെ അഴിമതിക്കാർക്ക് വീണ്ടും ജോലിയിൽ തുടരാൻ അവസരം നൽകുകയാണ് വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലൂടെ ചില ഗൂഢശക്തികളുടെ ലക്ഷ്യം. നന്ദി.